മുൻ IPS ഉദ്യോഗസ്ഥനായ അണ്ണാമലൈ ആ ജോലി രാജിവെച്ച് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും പിന്നീട് അദ്ദേഹം BJPയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായി ഇരിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം BJPക്ക് കാര്യമായ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയാതെ അണ്ണാമലയെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി. പിന്നീട് അദ്ദേഹം ഏറെ നാളായി BJP ദേശീയ നേതൃത്വവുമായി അദ്ദേഹം അകൽച്ചയിലായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അണ്ണാമലൈ തമിഴ്നാട്ടിലാകമാനം വലിയ രാഹുൽ ഗാന്ധി നടത്തിയതുപോലെയുള്ള പദയാത്രകളൊക്കെ നടത്തിയിട്ടും ഒരു സീറ്റിൽ പോലും ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയാത്ത ദയനീയമായ പരാജയമാണ് BJPക്ക് തമിഴ്നാട്ടിൽ ഉണ്ടായത്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIADMKയുമായി സഖ്യം ചേർന്ന് മറ്റൊരു സംസ്ഥാന പ്രസിഡന്റ് കീഴിൽ മത്സരിച്ചിട്ടും കാര്യമായ ഒന്നും അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പ്രകാരം അണ്ണാമലയെ പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഫാൻസ് ഉണ്ട്, അദ്ദേഹത്തിന് അണികൾ ഞാൻ പറയില്ല, ഫാൻസ് ഉണ്ട് കുറെ തമിഴ്നാട്ടിൽ. നമ്മുടെ IPS ഓഫീസർ ആയിരിക്കുന്ന സമയത്ത് നല്ലൊരു ഉദ്യോഗസ്ഥൻ എന്ന പേരെടുത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വിചാരം IPSൽ പോലീസ് സേനയിൽ നടപ്പിലാക്കിയതുപോലെയൊക്കെ രാഷ്ട്രീയത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് കരുതിയാണ് അദ്ദേഹം BJP രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സമയത്ത് തന്നെ നരേന്ദ്രമോദിയെയും അമിത്ഷായൊക്കെ വാനോളം പാടി പുകഴ്ത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. എന്നാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, തീർത്തും BJPയെ അപ്രസക്തമാക്കുന്ന ജനവിധിയാണ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും ചെയ്തത്. ഇതോടുകൂടിയാണ് അണ്ണാമലൈ മാറി ചിന്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ദേശീയ നേതൃത്വത്തിനും തമിഴ്നാട്ടിലെ നേതാക്കന്മാർക്കും അണ്ണാമലയോട് യാതൊരു മതിപ്പുമില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ അണ്ണാമലൈ പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. തമിഴ്നാട് BJPയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ വേരോട്ടമുള്ള ഒരു സംസ്ഥാനമല്ല. അവിടെ അണ്ണാമലൈ കൂടി പാർട്ടി പിളർത്തി പോയാൽ BJPയുടെ കാര്യം അവിടെ അവതാളത്തിലാവില്ലേ? ഉള്ള ആകെ 10 പേരുള്ളതിൽ 8 പേരെയും കൊണ്ട് അണ്ണാമലൈ പോയാൽ ഒരു ദേശീയ പാർട്ടി അവിടെ നാമാവിശേഷമാകുന്ന സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്? തീർച്ചയായും അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ BJP തന്നെ ആ ഒരു അവസ്ഥയിലേക്ക്, തമിഴ്നാട്ടിൽ BJPയുടെ സ്വാധീനം കൂടി ഇല്ലാതാകുന്ന തരത്തിലേക്കായിരിക്കും ഇതിന്റെ അവസാനം എത്താൻ പോകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്. അണ്ണാമലയുടെ പരാജയം കൊണ്ടല്ല, അല്ലെങ്കിൽ അണ്ണാമലയുടെ പരാജയമല്ല BJPക്ക് തമിഴ്നാട്ടിൽ വളരാൻ കഴിയാത്തതെന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയാതിരിക്കുകയും അണ്ണാമലയെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വ്യക്തമായ ഒരു മാറ്റമോ അല്ലെങ്കിൽ വ്യക്തമായ വലിയ അധികാരം പിടിക്കുക എന്നല്ല, ഒരു വളർച്ചയും തമിഴ്നാട്ടിൽ അതും അണ്ണാഡിഎംകെക്കൊപ്പം നിന്നിട്ട് പോലും ഒരു വളർച്ചയും BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് അണ്ണാമലയുടെ പ്രശ്നമല്ല, BJPക്ക് അവിടെ വളരാനുള്ള സാഹചര്യം അല്ലെങ്കിൽ വളരാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും തമിഴ്നാട്ടിൽ ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണം. അതിനിപ്പോ അണ്ണാമലയെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അണ്ണാമലയോട് മതിപ്പില്ല, ദേശീയ നേതൃത്വത്തിന് എതിർപ്പുണ്ടായിട്ടോ ഒന്നും യാതൊരു കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ചേട്ടൻ പറഞ്ഞതുപോലെ അണ്ണാമല പാർട്ടി മാറുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കുമ്പോൾ ഒപ്പമുള്ളവരെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് അണ്ണാമലയുടെ വിജയമാണ്. അത് BJPക്ക് വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടാകും. തമിഴ്നാട്ടിൽ പല രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്. അതിലൊക്കെ ഇപ്പൊ വിജയുടെ പാർട്ടി തന്നെ വളരെ പെട്ടെന്ന് രൂപീകരിക്കപ്പെടുകയും വലിയ രീതിയിൽ അധികാരത്തിലേക്ക് എത്തുക, രൂപീകരിക്കപ്പെട്ട് 2 വർഷം കഴിയുമ്പോൾ അധികാരം പിടിക്കുക എന്നൊരു രീതിയിലേക്ക് എത്തി. അപ്പൊ അത്തരം പ്രതീക്ഷകളുമായിട്ടായിരിക്കണം അണ്ണാമലൈ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക അല്ലെങ്കിൽ IPS ജീവിതമൊക്കെ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം, വലിയ വികസനങ്ങൾ കൊണ്ടുവരാം, താൻ IPSൽ ഇരുന്നപ്പോൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നൊക്കെ കരുതി തന്നെയാണ് രാഷ്ട്രീയത്തിൽ വന്നത്. ഒരുപക്ഷെ അണ്ണാമലയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം BJPക്കൊപ്പം നിന്നാൽ തന്റെ രാഷ്ട്രീയ ഭാവി കൂടി ഇല്ലാതെയാകും, അതുകൊണ്ട് BJPക്കൊപ്പം നിൽക്കണ്ട എന്നൊരു നിലപാട് കൂടിയായിരിക്കാം എടുത്തിട്ടുള്ളത്. കാര്യം BJPക്ക് തമിഴ്നാട്ടിൽ അത്ര രാഷ്ട്രീയ സ്വാധീനമില്ല, പെട്ടെന്ന് വളരാൻ കഴിയുന്ന BJPക്ക് പെട്ടെന്ന് വളരാൻ കഴിയുന്ന മണ്ണല്ല തമിഴ്നാടിൻ്റെതെന്ന് അണ്ണാമലയ്ക്ക് ബോധ്യമായിട്ടുണ്ട്. കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലയുടെ പരാജയം കൊണ്ടാണ് വലിയ വളർച്ച ഉണ്ടാക്കാൻ കഴിയാതെ പോയതെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു മാറ്റവും അവിടെ BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് BJP എന്ന പാർട്ടിയുടെ പരാജയമാണെന്ന് അണ്ണാമല തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഉചിതം മറ്റൊരു പാർട്ടിയുമായി മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി രൂപീകരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു മുന്നണിയിൽ ചേരുക എന്നുള്ളതാണ് എന്നുള്ള പൂർണ്ണമായ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് BJP വിട്ട് പുതിയൊരു പാർട്ടിയുമായി പോകുന്നത്. പുതിയ പാർട്ടി ഇപ്പോൾ വിജയുടെ പാർട്ടി വളരെ പെട്ടെന്ന് തന്നെ തമിഴ്നാട്ടിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ തന്റെ പാർട്ടിക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന ഒരു ചിന്ത കൂടി അണ്ണാമലയ്ക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ ഏതെങ്കിലും ഒരു പാർട്ടിക്കൊപ്പം മുന്നണിക്കൊപ്പം നിൽക്കുകയായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഉചിതമായ പുതിയൊരു പാർട്ടി. കാര്യം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം DMK, അണ്ണാ-DMK, ഇപ്പൊ TVK ഉണ്ട്. TVK വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. അതിന്റെ TVKക്കൊപ്പമാണ് പല പാർട്ടികളും ഉള്ളതും. ആ ഒരു സാഹചര്യത്തിൽ പുതിയൊരു പാർട്ടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതത്ര എളുപ്പമാകും
ഗുണമാകുമോ? അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു അണ്ണാമല ഇത്തരമൊരു നിലപാടെടുത്തിരുന്ന ആരെങ്കിലും ഒക്കെ വിജയിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തമായ വോട്ട് പിടിക്കാനോ വോട്ടർമാരെ സ്വാധീനിക്കാനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് കുറച്ചുകൂടി ഗുണമായേനെ. ഇപ്പൊ സമയം വൈകിപ്പോയെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാലും വരും തെരഞ്ഞെടുപ്പുകളിലും തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഉചിതം ഇതാണ് എന്ന് അണ്ണാമല തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് BJPക്ക് തിരിച്ചടിയാവും. ദേശീയ നേതൃത്വത്തിന് അണ്ണാമലയോട് വലിയ താല്പര്യമില്ലെങ്കിലും അണ്ണാമലയ്ക്കൊപ്പം കുറച്ചുപേരെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ വിജയവും BJPയുടെ ആദ്യ പരാജയവുമായിരിക്കും. തീർച്ചയായും അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ നിർണായകമായ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് രജനീകാന്തുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരു ശ്രമം നടത്തും എന്നാണ്. രജനീകാന്തുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ്. തമിഴ്നാട്ടിൽ പരമ്പരാഗത ദ്രാവിഡ പാർട്ടികളെ നിലംപരിശാക്കിക്കൊണ്ട് സിനിമാ നടൻ വിജയ് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് രണ്ട് വർഷം കൊണ്ട് തമിഴ്നാട്ടിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിജയിയേക്കാൾ ഫാൻസുകളുള്ള തമിഴ്നാട്ടിലെ ഒരു സിനിമാ നടനാണ് രജനീകാന്ത്. വെള്ളിത്തിരയിൽ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള നടൻ ആരെന്ന് ചോദിച്ചാൽ അത് രജനീകാന്താണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ നേരത്തെ ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് വേണ്ടത്ര വിജയിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തിരുന്നു. വീണ്ടും ഇപ്പോൾ രജനീകാന്തിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണോ അണ്ണാമല നടത്തുന്നത് എന്നൊരു സംശയം രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് വിജയും മറുഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ രജനീകാന്ത് രാഷ്ട്രീയത്തിൽ എത്തുകയാണെങ്കിൽ അത് തമിഴക രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ ഏത് രൂപത്തിൽ നിയന്ത്രിക്കുമെന്നതെല്ലാം നമുക്ക് കണ്ടറിയേണ്ട ഒരു വസ്തുതയാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് രജനീകാന്ത് അദ്ദേഹത്തിന്റെ പ്രായം ഒക്കെ വൈകിപ്പോയി, അതുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് ഇനി കടന്നു വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അണ്ണാമലയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിൽ ഏതെങ്കിലും ഒരു നിർണായക തീരുമാനമെടുത്താൽ അതിലും അത്ഭുതപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിന് നേരത്തെ തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമാകാനും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനും ആഗ്രഹമുണ്ടായിരുന്നു. പിന്നീട് ആ ശ്രമം അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്. ആ തമിഴ്നാട്ടിൽ ഒരു വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയാത്ത BJP ദേശീയ നേതൃത്വം അടക്കം കാഴ്ചക്കാരുടെ റോളാണ് തമിഴ്നാട്ടിലുള്ളത്. അവിടെ അണ്ണാമലയെ കൊണ്ടുവന്ന് വലിയ മുന്നേറ്റം തീർക്കാൻ കഴിയുമെന്നായിരുന്നു BJPയുടെ കണക്കുകൂട്ടലും പ്രതീക്ഷയും. എന്നാൽ ആ കണക്കുകൂട്ടലും പ്രതീക്ഷയും എല്ലാം അസ്ഥാനത്തായ കാഴ്ചയാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അവിടെ ഒരു മാറ്റം സൃഷ്ടിച്ച് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് തുടക്കം കുറിച്ച് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് അണ്ണാമല ഉറ്റുനോക്കുന്നത്. അതിൽ രജനീകാന്തിനെ കൂടെ കൂട്ടിയാൽ വലിയ ഒരു മൂവ്മെന്റ് ആക്കി മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. പക്ഷേ BJPയോടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ അണ്ണാമലയ്ക്ക് കഴിയൂ. അതിനുള്ള സാഹചര്യം അദ്ദേഹം സൃഷ്ടിക്കുമോ അതോ അണ്ണാമല ഒരു BJP ദേശീയ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തുകയാണോ എന്നതും കണ്ടറിയേണ്ടതാണ്. എന്തായാലും BJP നേതൃത്വവുമായി അത്ര നല്ല ബന്ധത്തിലല്ല അണ്ണാമല ഇപ്പോൾ ഉള്ളത്. BJP ദേശീയ നേതൃത്വം മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിലെ എല്ലാ നേതാക്കന്മാരുമായും അദ്ദേഹം വളരെ വലിയ അസ്വാരസ്യത്തിലാണുള്ളത്. അത് മുതലാക്കാനുള്ള ഒരു നീക്കം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുമോ എന്നതും കണ്ടറിയേണ്ടത്. എന്തായാലും അദ്ദേഹത്തുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരപ്രകാരം അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ഇല്ല, പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തമിഴ്നാട്ടിൽ ഒരു പരീക്ഷണത്തിന് മുതിരുകയാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരണമെങ്കിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരണമെങ്കിൽ 3 വർഷം കൂടി കാത്തിരിക്കണം. 2029 ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. അതാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ഒരു വലിയ പരീക്ഷണമായി കാണാൻ പോകുന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ അണ്ണാമലയിലൂടെ BJP വേരുറപ്പിക്കാൻ ശ്രമിച്ച അതേ അണ്ണാമല BJPയെ വെല്ലുവിളിച്ച് പുറത്തേക്ക് പോകുമ്പോൾ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി അദ്ദേഹത്തിന് മാറാൻ കഴിയുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാനുള്ള കാര്യമാണ്.